ഹലോ എവരി വൺ, വെൽക്കം ടു മൈ മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 11 എക്സസൈസ് 11.2 ക്വസ്റ്റ്യൻ നമ്പർ 3 ഫൈൻഡ് ദ മിസ്സിംഗ് വാല്യൂസ്. ഇവിടെ ഏരിയ ഓഫ് പാരലോഗ്രാം തന്നിട്ടുണ്ട്. നമുക്ക് ബേസ് അല്ലെങ്കിൽ ഹൈറ്റ് ഇവിടെ മിസ്സിംഗ് ആണ്. ആ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ബേസ് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പാരലോഗ്രാം. ഇതാണ് ഏരിയ ഓഫ് പാരലോഗ്രാമിൻ്റെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബേസ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. ഏരിയ ഓഫ് പാരലോഗ്രാം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ എഴുതാം. ബേസ് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആണ് ബേസിൻ്റെ ഇക്വേഷൻ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ബേസും ഹൈറ്റും കൂടെ. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യണം. ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ്, അതാണ് ബേസിൻ്റെ ഇക്വേഷൻ. ഇനി ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഏരിയ ഓഫ് പാരലോഗ്രാം ഡിവൈഡഡ് ബൈ ബേസ് ആണ് എന്തെന്ന് പറയുന്നത്, ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ്, ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. രണ്ട് കേസിൽ നമ്മൾ ഡിവൈഡാണ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നമുക്ക് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ, ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ബേസ്. ഓക്കെ, സോ ഹൈറ്റ് ഈക്വൽ ടു ഏരിയ എത്രയാണ്? 246 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ബേസ് 20 സെൻറ്റിമീറ്റർ. നമുക്ക് ഡിവൈഡ് ചെയ്യാം. 246 divided by 20. 1 time 20. Subtract ചെയ്തു. 4 6 46. 46 എത്ര ടൈംസ് ആണ്? 2 times 40. Again subtract 6. 6 20യേക്കാൾ ചെറുതാണ്. എന്തോ ചെയ്യണം? ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് കൊടുത്തു. ഒരു 0 ഇവിടെ ആഡ് ചെയ്തു. 60 എത്ര ടൈംസ് ഉണ്ട്? 3 times 60. സബ്ട്രാക്റ്റ് ചെയ്തു, 0 കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടിയത്? 12.3 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ആണല്ലോ, അപ്പോൾ ഒരു ഡയമെൻഷനേ വരുന്നുള്ളൂ. അപ്പം എത്രയാണ്? സെൻറ്റിമീറ്റർ എന്ന് വരും. 12.3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ബി. ക്വസ്റ്റ്യൻ നമ്പർ ബി എന്താണ്? ഇവിടെ നമുക്ക് ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ബേസ് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ എത്രയാണ് ഇവിടെ? 154.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൈറ്റ് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ഡെസിമൽ പോയിൻ്റ് ഉണ്ട് അല്ലേ. ഇതിന് ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഡെസിമൽ ഒഴിവാക്കിയിട്ട് എഴുതാം. 154.5. എങ്ങനെ ഡെസിമൽ ഒഴിവാക്കാം? ഇതിനെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഡെസിമൽ അങ്ങ് പോകും. എന്നുവെച്ചാൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്ലേസ് മാറ്റി നമ്മൾ പോയിൻ്റ് കൊടുക്കുന്നു, ഒരു പ്ലേസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡെസിമൽ പോയിൻ്റ് പോകും. ഡിവൈഡഡ് ബൈ, ഇപ്പോൾ മുകളിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15 മൾട്ടിപ്ലൈ ബൈ 10, എന്നാലേ അത് ബാലൻസ് ആവത്തുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 1545 എന്ന് കിട്ടും. 1545 ഡിവൈഡഡ് ബൈ 150. 15 ഇൻറ്റു 10 150 കിട്ടി. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യാം. 1545 ഡിവൈഡഡ് ബൈ 150 എത്ര ടൈംസ് ഉണ്ട്?
154 എടുക്കണം. അതിൽ 1 ടൈമാണ് 150 ഉള്ളത്. 4 5 4 താത്തെഴുതി 5 നമുക്ക് താഴോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോഷ്യൻറ്റിൽ ഒരു 0 ഇട്ട് കൊടുക്കണം. 5 താത്തെഴുതി. പിന്നെ അന്നേരം നമുക്ക് 45 തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ 5 കൂടെ താത്തെഴുതിയിട്ട് നമുക്ക് 45 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒരു പ്ലേസ് നമുക്ക് താഴോട്ട് ഇറക്കാനില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് കൊടുത്താൽ ഇവിടെ നമുക്കൊരു 0 ഇടാം. 450 എത്ര ടൈംസ് ആണ്? 3 ടൈംസ്. 150 × 3 ആണ് 450 എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 10.3 centimeter. Base is equal to 10.3 centimeter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. C1. ഇവിടെ നമുക്ക് ബേസ് അറിയില്ല, ഹൈറ്റ് തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ബേസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ബേസ് ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഓക്കെ, ഇനി ഏരിയയുടെ വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാം. ഏരിയ എത്രയാണ്? 48.72 ഞാനിവിടെ യൂണിറ്റ് എഴുതുന്നില്ല. ഡിവൈഡഡ് ബൈ 8.4. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ 2 നമ്പേഴ്സിനും ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡെസിമൽ പോയിൻറ്റിനെ ആദ്യം ഒഴിവാക്കണം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ന്യൂമറേറ്റർ നോക്കാം. ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 2 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഇതിനെ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ന്യൂമറേറ്ററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്ററിനെയും എത്ര കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? ഡെസിമൽ പ്ലേസ് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ബിഗ് ഡെസിമൽ പ്ലേസ് ഉള്ളത് ഏതാണ്, കൂടുതൽ ഡെസിമൽ പ്ലേസ് എവിടെയാണുള്ളത് അത് വേണം ആദ്യം നമ്മൾ ഈ 100 കൊണ്ടല്ലേ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെ ന്യൂമറേറ്ററിലായതുകൊണ്ട് നമ്മളിവിടെ ന്യൂമറേറ്ററിനെ 2 ഡെസിമൽ പ്ലേസ് ആയിരുന്നു ഉള്ളത്, അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിലും 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ അത് ബാലൻസ് ആവത്തുള്ളൂ. താഴെയും മുകളിലും 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പ്ലേസ് മാറ്റിയാണ് പോയിൻ്റ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പം എവിടെ വരും പോയിൻ്റ്? 2 പ്ലേസ് ഇങ്ങോട്ട് മാറുമ്പോഴത്തേന് എവിടെയായിട്ട് പോയിൻ്റ് വരുന്നത്? ലാസ്റ്റ് ആയിരിക്കും പോയിൻ്റ് വരുന്നത്. 4872 ഡിവൈഡഡ് ബൈ, ഇനി നോക്കിയേ ഇവിടെ എന്താ വരുന്നത്? 8.4 എന്നാണ്. 8.4ൻ്റെ കൂടെ നമ്മൾ 10 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു പ്ലേസ് ഇങ്ങോട്ട് മാറും. ഇവിടെ നമുക്ക് 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 840 എന്ന് വരും. ഒരു 0യും കൂടെ വരും അവിടെ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കുള്ള നമ്പറിന് ഡെസിമൽ പോയിൻ്റ് ഒന്നുമില്ല, ഡെസിമൽ ഇല്ലാതെ കിട്ടി. ഇനി നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 4872 ഡിവൈഡഡ് ബൈ 840. ഓക്കെ, ഇനി ആദ്യം 840യെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 840 ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ? 840 മൾട്ടിപ്ലൈഡ് ബൈ 5 ചെയ്തു. 0 8 5s are 40, സോറി 20 5 4s are 20, 2 8 5s are 40 plus 2 42. 4200 എന്ന് കിട്ടി. 4200 5 ടൈംസ്. ഇനി നമുക്കിവിടെ സബ്ട്രാക്ട് ചെയ്യാം. 2 - 0 2, 7 - 0 7, 8 - 2. 8 - 2 എത്രയാണ്? 6. അപ്പോൾ 672 എന്ന് കിട്ടി. ഇവിടെ 0 ആണ്. 4 - 4 0. ഇനി ഇവിടെ താഴോട്ട് കൊണ്ടുവരാൻ നമ്പേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കിവിടെ ഡെസിമൽ പോയിൻ്റ് കൊടുക്കണം. പോയിൻ്റ് കൊടുത്ത് നമുക്കിവിടെ 0 ഇടാം. അപ്പോൾ 6720 കിട്ടി. ഇനി ഇത് എത്ര ടൈംസ് ആണ് 840 നോക്കാം. 840 മൾട്ടിപ്ലൈഡ് ബൈ, ഞാനിവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെയിം നമ്പർ തന്നെ കിട്ടി. അപ്പോൾ 6720 ഹൗ മെനി ടൈംസ്? 8 ടൈംസ്.
സബ്ട്രാക്റ്റ് ചെയ്തു 0. അപ്പോൾ എത്ര ആൻസർ കിട്ടിയത്? ആൻസർ നമുക്കിവിടെ എഴുതാം 5.8 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ D1. Base 15.6 centimeter and area is equal to 16.38 centimeter square. Height is equal to area divided by base, which is equal to 16.38 divided by 15.6. ഓക്കെ, ഇവിടെ നോക്കിക്കേ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അവിടെയാണ് കൂടുതൽ ഡെസിമൽ പ്ലേസ് ഉള്ളത്. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു ബൈ. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 ഡെസിമൽ പ്ലേസ്. അപ്പം എന്നാലും നമ്മൾ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 1638. ഡെസിമൽ പോയിൻ്റ് അങ്ങ് പോയി. ഇവിടെ 1560. 100 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്? ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ, അപ്പോൾ ഒരു 0യും കൂടെ വന്നു. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു 0യും കൂടെ വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1638 divided by 1560. 1 ടൈം 1560. സബ്ട്രാക്റ്റ് ചെയ്തു 8. 13 minus 6 7. 5 minus 5 0. 78 കിട്ടി. ഇനി ഇവിടെ താഴോട്ട് കൊണ്ടുവരാൻ നമ്പറൊന്നും ഇല്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തു നമുക്കിവിടെ 0 കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? 780 കിട്ടി. 780 കിട്ടിയാലും ഇതിനേക്കാൾ ചെറുതാണ് അല്ലേ? 1560യേക്കാൾ ചെറുതാണ് 780. അപ്പോൾ എന്ത് കൊടുക്കണം? കോഷ്യൻറ്റിൽ ഒരു 0 കൊടുക്കണം. ഒരു 0 ഇവിടെ കോഷ്യൻറ്റിൽ കൊടുത്താൽ ഇവിടെ നമുക്കൊരു 0യും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. കോഷ്യൻറ്റിൽ ഒരു 0യും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 0യും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. എത്ര ടൈംസ് ആണെന്ന് നോക്കാം. 1560 മൾട്ടിപ്ലൈഡ് ബൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 times 7800 എന്ന് കിട്ടി. 5 0. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയത്? 1.05 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ആണല്ലോ, ഒരു ഡയമെൻഷനേ ഉള്ളൂ, അതുകൊണ്ട് 1.05 സെൻറ്റിമീറ്റർ.